നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒട്ടും താമസിക്കാതെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ബിജുക്കുട്ട ചേട്ടാ ആൻഡ് മണിക്കുട്ട. നമസ്കാരം. നല്ല ഉഷാറുള്ള ഐഡിയ ആണ്. ആദ്യത്തെ സ്കിറ്റ് എടുക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റമേരുടെ ടീം ട്രിപ്പിൾ എസ്. ശ്യാമ, ചെൽവൻ, സൂര്യശ്രീ, അടീക്കൈ. നമസ്കാരം. തിരുവല്ലേന്ന് വരികയാണേ ഞാൻ. ഇത് എടുത്തോണ്ട് വരാൻ വെയിറ്റ് ഉണ്ടായിരുന്നോ? എന്തോന്ന് നമസ്കാരം തിരുവല്ലേന്ന് എടുത്തോണ്ട് വരാൻ? അതാ അല്ല, നമസ്കാരം പറഞ്ഞാണ്. ആ ഗുരുക്കളല്ലേ? അതെ, ഗുരുക്കളാണ്. വന്ന കാര്യം പറയൂ. അതായതേ ഞാൻ ഒരു പ്രശ്നപരിഹാരത്തിന് വന്നതാണ്. പിന്നെ അല്ലാതെ എന്റെ അടുത്ത് കെട്ടിപ്പിടിച്ചിരുന്നുറങ്ങാൻ ഇവിടെ ആരും വരൂല. എന്നെ പ്രശ്നപരിഹാരത്തിനെ വന്ന് കാണൂ. വന്ന കാര്യം പറയോ? അല്ല, എന്റെ കല്യാണം ഇന്ന് കഴിഞ്ഞായിരുന്നു. ആണല്ലേ? നല്ല ആള് തന്നെ. കഴിഞ്ഞിട്ടാണ് ഇത് വന്ന് പറയുന്നത്. കല്യാണം വിളിക്കാൻ നേരത്തെ വരണ്ടേ? ഒരു ഗ്ലാസ് പായസമൊക്കെയും കൊണ്ട് വരണ്ടേ? അല്ല, നമ്മൾ തങ്ങൾ നേരത്തെ പരിചയമില്ല. അപ്പൊ പ്രശ്നം വന്നപ്പോ നിങ്ങൾ തമ്മിൽ നമ്മൾ പരിചയമായല്ലേ? നിങ്ങൾ കല്യാണം വിളിക്കാതെ ഒരു കാര്യം വരുമ്പോ മാത്രം വന്ന് കാണാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കുമില്ലേ? അല്ല ഗുരുക്കൾ, അങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. വേറൊന്നുമല്ല, 44 വയസ്സായി. ഒരുപാട് പെമ്പിളരെ ഞാൻ ആലോചിച്ചു, പക്ഷെ ഒരു കല്യാണവും നടന്നിട്ടില്ല. ആണല്ലേ? ഈ പെമ്പിള്ളേരെ വീട്ടുകാർ ഒരുപാട് ആലോചിച്ചാണ്, അതുകൊണ്ടായിരിക്കും കല്യാണം നടക്കാതെ. ആണോ? അല്ല, അതല്ല. അവസാനം ചന്ദ്രൻ ബ്രോക്കർ ഇല്ലേ, ഒരു കിളി പോലത്തെ പെണ്ണെ കണ്ടുപിടിച്ചിട്ട് കെട്ടിച്ചു തന്നു. ആണല്ലേ? 55ാമത്തെ വയസ്സിൽ ചന്ദ്രൻ ബ്രോക്കർ നമ്പർ എനിക്കൂടെ ഒന്ന് തന്നോളൂ കേട്ടോ. എന്തിനാ? ഞാനും ഏജ് ഓവറാണേ. എവിടെന്നെങ്കിലും ഒരു മുറുക്കാൻ പൊതിയെങ്കിലും കിട്ടിയാ അത് ഞാൻ നമ്പർ തരാം. പിന്നെ വേറൊന്നുമില്ല, ഈ കല്യാണം കഴിഞ്ഞ ദിവസമാണല്ലോ ഇന്ന്. അതെ, ഇന്ന് ആദ്യരാത്രി കൂടേണ്ട ദിവസമാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോ മണവാട്ടി മാത്രമേ ഉള്ളൂ റൂമില് മണവാട്ടി മാത്രമേ ഉള്ളൂ. ജപമാലയാണേ. അല്ല, പറഞ്ഞോളൂ. അങ്ങനെ മണവാട്ടി മാത്രമേ ഉള്ളൂ. ഞാൻ ഈ മണവാട്ടി കാണാൻ ചെല്ലുമ്പോ തന്നെ ഞാനൊരു കാര്യം ഓർമ്മിച്ചു. പന്തലുകാർക്ക് നമ്മൾ പൈസ കൊടുത്തില്ലല്ലോ. പെട്ടെന്ന് കൊടുക്കുക, അതിന് താമസം വെക്കണ്ട. പെട്ടെന്ന് കൊടുത്തു വിടണം പന്തലുകാരെ. അങ്ങനെ പന്തലുകാർക്ക് പൈസ കൊടുത്ത് തിരിച്ചു വന്നപ്പോഴാണ് പാചകക്കാരൻ വിളിക്കുന്നു. പാചകക്കാർക്കും പൈസ നമ്മൾ കൊടുക്കണ്ടേ? അടുത്തുള്ള ആണോ? പിന്നെ കൊടുത്താ പോരെ? ഇന്നെന്തിന് വെപ്രാളം ഇന്ന് തന്നെ കൊടുക്കണോന്ന്? അല്ല, പാചകക്കാരൻ ഞാൻ പൈസ കൊടുത്തു. പിന്നെ ഞാൻ നടന്നു ചെല്ലുമ്പോ കാണാം, നമ്മളാ കൊട്ടിയത്തെ ഒരു അപ്പാപ്പനുണ്ട്. അപ്പാപ്പനാ? പുള്ളിക്ക് വണ്ടിക്കൂലി കൊടുത്തില്ല. ഇതിനൊക്കെ എന്തിനു വിളിക്കുന്ന കല്യാണത്തിന്? എന്തിനാണ് വിളിക്കുന്നത്? കൊട്ടിയത്തെ അപ്പാപ്പനൊക്കെ ഇതിനൊക്കെ പറഞ്ഞു വിടണം. അങ്ങനെ കൊടുത്തു. ഇത് കൊടുത്തപ്പോ ഞാൻ ഒരുപാട് ക്ഷീണിച്ചു. ക്ഷീണിച്ചു. ഞാൻ നല്ല കിടുക്കാച്ചി ഒരു കുളിയങ്ങാട്ട് കുളിക്കണം. നമ്മൾ ഈ സമയത്ത് കുളിക്കുമ്പോ നമ്മുടെ തല തണുക്കും, നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാവും, ജീവിതത്തിലേക്ക് ഇറങ്ങും. അത് നല്ലതാ. അങ്ങനെ കുളിച്ചിട്ട് ഇസഡിന്റെ സ്പ്രേ എടുത്ത് പിന്നെ ഒരു അടി ഉഷാറായിട്ട് അത് അടിച്ചിട്ട് ഞാൻ എന്റെ മണവാട്ടി ചെന്നപ്പോൾ മണവാട്ടി നാണം കുടി ഇങ്ങനെ ഇരിക്കുവോ കട്ടിലില്. നാണം കുണി കട്ടിലിങ്ങനെ ഇരിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു അറ്റത്ത് ചെന്നിരുന്നു. അവൾ അങ്ങേറ്റത്തിരിക്കുകയാണ്. ഞാൻ കുണുങ്ങി ഇരുന്നു. കുണുങ്ങി വീണ്ടും ഇരുന്നു. എന്നിട്ട് എന്റെ കൈ എടുത്ത് അവളെ തോളിൽ വെച്ചു. അപ്പോഴാ അറിയുന്നു അവൾക്ക് ബാധ കയറിയെന്ന്. അത്രയും കുടുങ്ങിട്ട് എന്തിനാ കൈയെടുത്ത് വെക്കാൻ പോയത്? കുടുങ്ങി ബാധ കയറി കുടുങ്ങി സമയം കളഞ്ഞ് പന്തലാരെ നോക്കിയെന്ന് ആയത്തക്കാരെ നോക്കിയെന്ന് എന്ത് കാര്യത്തിന്? ഒരു കാര്യം വരുമ്പോ അത് കാര്യം കഴിയണം. അതിനുവേണ്ടി സ്പീഡിന് പോകണം. അല്ലാതെ ബാധ കൂടാൻ വേണ്ടി. പിന്നെ ബാധ പച്ചപ്പാലേക്ക് ഒരു പെണ്ണിന്റെ ദേഹത്ത് നിന്നോട്ട് അവർക്ക് ബാധ കൂടൂലേ? അല്ല, അത് ഗുരുക്കൾ എങ്ങനെയെല്ലാം ബാധ മാറ്റിത്തരണം. ഇപ്പൊ എങ്ങനെയാ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളിപ്പോ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ നിൽക്കുവാണ്. മുടിയെല്ലാം പിരുത്തിട്ട് കണ്ണും ചുമച്ച് നാക്കുന്നത് പറഞ്ഞു പേടിപ്പിക്കാതെ വിളിച്ചോണ്ട് വാ. നിർത്ത. സുഖിച്ചങ്ങ് വരുമായിരുന്നു. ഡാൻസ് കളിച്ച് സൂചിച്ചാ മതിയോ? അല്ല വേണ്ടല്ലോ. വേണ്ട. പേരെങ്ങനാ? ഷായിട്ട് വള്ളിയിട്ട് ബാ. ഞാൻ തള്ളിയിട്ട് വല്ലതും പറയും. ഞാൻ പറഞ്ഞു ഷീവാന്നങ്ങ് പറഞ്ഞാ പോരെ? ആയിട്ട് വള്ളിയിട്ടെന്നൊക്കെ പറയുന്ന കാര്യം എന്താ? സാരിത്തുമ്പേ കളത്തിലേക്ക് വരിക കളത്തിലേക്ക്. ദേഹത്തെ കയറിയിരിക്കുന്ന ആളിന്റെ പേരെങ്ങനാ? ദിവാകര കൈമളോ? എന്റെ കണ്ണിലേക്ക് നോക്കി പറയുക പേരെങ്ങനാ? എന്റെ കണ്ണിലേക്ക് നോക്കി പറയുക പേരെങ്ങനാ? ഒരുപാട് ഇങ്ങനെ നോക്കി പറയല്ലേ, എനിക്ക് ക്രഷ് അടിക്കും.
ദിവാകര കൈമളെ, ദിവാകര കൈമൾ എന്തിനാണ് ഈ ദേഹത്ത് കൂടിയിരിക്കുന്നത്? എന്നെ തറവാട്ടി കയറ്റുന്നില്ല, ആ. ഒരു കുടുംബക്കാരും കയറ്റുന്നില്ല, ഒരു വീട്ടുകാരും എന്നെ വീട്ടിൽ കയറ്റുന്നില്ല. ഓ, അപ്പൊ അതുകൊണ്ട് ഉന്നം വെച്ച് ഈ ദേഹത്ത് തന്നെ വന്ന് കയറിയതാണ്. അത് ശരി. എങ്ങനാ മരണം എങ്ങനായിരുന്നു ദിവാകര കൈമളുടെ? എന്റെ മരണം അറിയണോ? അറിയണം. പിണങ്ങിക്കിടന്നാ മരിച്ചത്. പിണങ്ങിക്കിടന്ന ഒരാൾ മരിക്കും? അതെങ്ങനെ ദിവാകര കൈമളെ പിണങ്ങിക്കിടന്ന് മരിക്കുന്നത്? 2 വർഷം ഭാര്യയോട് പിണങ്ങിക്കിടന്ന് ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് ആരായാലും മരിക്കത്തില്ലേ? ഭാര്യയോട് പിണങ്ങി പട്ടിണി കിടന്നു. ഇതെന്ത് മനുഷ്യനെ? നമ്മൾ പിണങ്ങരുത് ഒരിക്കലും. ഭാര്യയോട് പിണങ്ങി കഴിഞ്ഞാൽ പട്ടിണി കിടക്കരുത്. ഒരു പിടി ഭക്ഷണമെങ്കിലും നമ്മൾ കഴിക്കണം അല്ലേ? ഗുരുക്കൾ, അതൊക്കെ എന്റെ അച്ഛൻ എന്റെ അമ്മയായിട്ട് ഭയങ്കര അടിയാണ്. ആ. പക്ഷെ എന്നാലും എന്റെ അമ്മ കലത്തിൽ തവിയിട്ട് കിണുക്കുമ്പോഴേ അച്ഛൻ കൈയും കഴിയും മിണ്ടാതെ വന്നിരുന്നത് ഇങ്ങനെ വെറുതെ കറ തീർത്ത് വിളിക്കാം ആണ്. അതാ. നമുക്ക് വിളിക്കാം അങ്ങനെ ഒരു മനുഷ്യനെ. കറ തീർത്ത് വിളിക്കാം ആണ്. എങ്ങനെയെങ്കിലും ബാധ്യം ഇറക്കണേ. എന്നോട് ഇന്നൊരു ശല്യം കാണിച്ചു. എന്നോട് ഇന്ന് ഇവരൊരു ശല്യം കാണിച്ചു. എന്തോന്ന്? എന്ത് ശല്യം കാണിച്ചു? ഇന്ന് എന്റെ കൊച്ചുമോടെ കല്യാണമായിട്ട് ആ നാട്ടിൽ കണ്ട കണ്ണി കണ്ട എല്ലാവർക്കും ദക്ഷിണ കൊടുത്തു. 101 രൂപയുടെ ഒരു ദക്ഷിണ എനിക്ക് തന്നില്ല. അപ്പൊ ദിവാകര കൈമൾ ഈ ദേഹത്തുനിന്ന് പോണെങ്കിൽ 101 രൂപ ദക്ഷിണ തന്നു കഴിഞ്ഞാൽ പോവോ? 101 വേണ്ടെന്ന് 1051 വെച്ചുവിട്. സമയം 11 മണിയായിരുന്നു. പൊട്ട് ഇറങ്ങി പോട്ടെന്ന്. സമയമില്ല ഇവിടെ. ഇറക്കി വിടാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാതെ പ്രൈവറ്റ് ബസ് ഇരിക്കുന്ന ആളല്ല നിന്റെ ഭാര്യ. ഇവിടെ ബാധ കയറി നിൽക്കണം. അതിന് സമയമുണ്ട്. നീ ഇറക്കി വിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഇറക്കി വിട്ടാലേ നീ പോവാൻ പറ്റൂ. അയ്യേ, എന്തേ ചെറുക്കണെന്ന് അറിയാൻ വയ്യല്ലോ. ഇതൊരു കാര്യം പറഞ്ഞു വന്നു. അപ്പൊ ഇനി വരിക, ഇല്ല, ഇനി വരിക, ഇവിടെ വരിക, ഇവിടെ വരിക, ഇവിടെ വരിക. ദിവാകര കൈമളെ, പോകുന്നുണ്ടോ? പോകുന്നുണ്ടോ? പോവില്ല ഞാൻ. പോകുന്നുണ്ടോ? ഞാൻ പോവില്ല. പോവില്ല ഞാൻ. താമസക്കവും തീന്തകവും താന്തകവും കരികിടതവും നഗതകവും തിത്തവും തിത്തവും കരികിട കരികിട പോവില്ല ഞാൻ. പോത്തക്കവും ഇല്ല. ലക്ക 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 ലക്ക. ഇറങ്ങി പോടാ അവിടുന്ന്. ഒരു കാര്യം പറഞ്ഞ് ഒഴിപ്പിക്കാൻ നിൽക്കുമ്പോ നീ എന്തിനാ ഇപ്പൊ ലക്ക ലക്ക വെച്ച? അല്ല, എനിക്ക് ലക്കിന് കിട്ടേണത്. ലക്കിന് കിട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന് ലക്ക ലക്ക വെച്ച ഒരു കാര്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ചോണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഇങ്ങനെ ഒന്നും ഞാൻ ഒഴിഞ്ഞു പോകത്തില്ല. ഞാൻ ഒഴിഞ്ഞു പോകത്തില്ല. ഒഴിഞ്ഞു പോകത്തില്ലേ? ഇല്ല. ഒഴിഞ്ഞു പോകത്തില്ലേ? വരുന്ന മലയാള മാസം 1-ാം തീയതിയെ ഞാൻ പോകത്തുള്ളൂ. 1-ാം തീയതി ഒഴിഞ്ഞു പോകും. 1-ാം തീയതി. അതെന്താ പിടിവാശി? 1-ാം തീയതി ഒഴിഞ്ഞു പോകുന്നു. അന്നാണ് ദിവാകരൻ കൈമള് ഈ ലോകം വിട്ടു പോയത്. 1-ാം തീയതി പോവുള്ളൂ. 1-ാം തീയതി പോകുന്ന ഉറപ്പാണോ? ഉറപ്പാ. 2 കസേര എടുത്ത് പുറത്തിടുക. എന്നിട്ട് അതിന്റെ മുകളിൽ കയറി ആശയെന്ന് 2 തുണി എടുത്ത് അകത്തിടുക. അതെന്തിന്? ഇല്ലെങ്കിൽ നനഞ്ഞ തുണിയിട്ടുണ്ട് നാളെ ഞാൻ പോകേണ്ടി വരും. ചെല്ലേ മഴക്കോളുണ്ട്. പിന്നെ പോയിട്ട് വന്നില്ലേ? പോയിട്ട് വാ, ഒരു ഓട്ടോ ഓടിട്ട് വാ. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ പോണം. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. പോവില്ല. പോവില്ല? പോവില്ല. ഉറപ്പാണോ? ഉറപ്പ്. ഉറപ്പാണോ? പോകുന്നത്? ഉറപ്പാണ്, ഞാൻ പോവില്ല. വരിക, ഇവിടെ വരിക. ഓടി വരിക. അവിടെ തന്നെ നിൽക്കാ. തുണി എടുത്തിട്ട് ആ ചൂരിലിങ് എടുക്ക. ആ ചൂരിലിങ് എടുക്ക. എന്തോ ആലോചിക്കുന്നേ? ഞാൻ ഇങ്ങനെ പറയുമ്പോ സഹായത്തിന് ചൂരിലെടുക്കാൻ ഒരു പയ്യനുണ്ടായിരുന്നേ. ഞാന് ശമ്പളം കൊടുക്കത്തോണ്ട് പച്ച ചീത്ത വിളിച്ചിട്ട് ഓടിക്കളഞ്ഞു. ഞാൻ തന്നെ എടുത്തോണ്ട് വരിക. അതെ, ശരിയാ. നിൽക്കാൻ പറയാ. നിൽക്കാൻ പറയാം. ഒന്ന് അടങ്ങി നിൽക്കാവോ? ഒന്ന് അടങ്ങി നിൽക്കാവോ? കൈമളെ, ഓ, വരിക. ഇവിടെ വരിക, വരിക. കളത്തിലേക്ക് വരിക. വരിക കളത്തില്. വരില്ല, വരില്ല. വരിക, വരില്ല. വരിക. മാറുക, മാറുക. അയ്യോ, എന്റെ ഭാര്യ അടിക്കുന്നത് നീ കാണാൻ വയ്യ. മാറുക. എന്താ ഭാര്യ അടിക്കുന്നത് നീ കാണാൻ വയ്യുന്നു. പോടാ, പോടാ, അങ്ങോട്ടോ ഇങ്ങോട്ടോ. ദിവാകരൻ കൈമളാണിത്. ഈ ദേഹത്തുനിന്ന് പോകുന്നുണ്ടോ? പോവില്ല. ഈ ദേഹത്തുനിന്ന് പോകുന്നുണ്ടോ? എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ പോവില്ല. പോവില്ല? പോവില്ല. ഉറപ്പ് തന്നെ? ഉറപ്പ്. ഇറങ്ങ്. എന്നെ ഉപദ്രവിക്കരുത്. ഇറങ്ങ്. പോവില്ല ഞാൻ. ഇറങ്ങ, ഇറങ്ങ. ഇതകത്തുനിന്ന് ഇറങ്ങ, ഇറങ്ങ, ഇറങ്ങ. ഇതകത്തുനിന്ന് ഇത് ദിവാകര കൈമളിനോടാ പറയുന്നത്. എന്നിട്ട് അടിക്കുന്നതിന് എവന്തിന് ഇടുന്ന അറിയുന്നു. ഒരു കോള് വരുന്നുണ്ട്, ഒരു കോള് വരുന്നുണ്ട്. ഹലോ. വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച. പൂക്കൾ വേണം. ഓ, പൂക്കൾ വേണം. അതെ, അതെ. അതിലും മലര്. മലര് എല്ലാം വേണം. ഓക്കെ. ഇല്ല, ഞാൻ വേറൊരു പൂജ. വിളിക്കാം, വിളിക്കാം, വിളിക്കാം. ബാധ വിട്ട് പോയോ? ഞാൻ കൊണ്ടുപോട്ടെ, ഞാൻ കൊണ്ടുപോട്ടെ. വെപ്രാളോ? ബാധ വിട്ട് പോയി ഞാൻ കൊണ്ടുപോയിക്കോളാം. കുറച്ചു നേരം അങ്ങോട്ട് പോയി നിൽക്കൂ. പുള്ളിക്ക് റെസ്റ്റ് കൊടു. ഒരുപാട് തല്ല് കിട്ടിയതല്ലേ, റെസ്റ്റ് കൊടു. അങ്ങോട്ട് പോയി നിൽക്കൂ. അവിടെ പോയി നിൽക്കൂ. എന്റെ കർത്തയുടെ അമ്മച്ചി, ഇത് എന്തൊരടി അടിക്കുന്ന ഇത് ഓരോ മനുഷ്യനെ കൊല്ലിക്കാൻ വേണ്ടി ഒരേ തല്ല് തല്ലിയ ഇങ്ങനെ ഉണ്ടാ പെണ്ണുങ്ങള്. കർത്തയുടെ അമ്മച്ചിയേ, ഒരിക്കലോട് ഞാൻ പറഞ്ഞത് എന്നെ ഉപദ്രവിക്കരുതെന്ന്. ദിവാകര കൈമളുടെ സ്വഭാവം അറിയത്തില്ല. കൊല്ലാത്ത പരിപാടിയായി പോയി. വഴിഞ്ഞെട്, വഴിഞ്ഞെട്.
എന്തിനടി എന്നെ തല്ലിയ എന്നെ തല്ലിയ കാര്യം പറ. ദിവാകര കൈമണ്ണി ഉപദ്രവിച്ച എന്നെ കാര്യം പറ. പറയട്ടെ പറ. ഗുരുക്കളെ എന്നെ രക്ഷിക്കണം. എന്താ കാര്യം പറ. ഞാൻ കാണിച്ചത് എല്ലാം അഭിനയമാണ് എന്റെ ഗുരുക്കളെ. അഭിനയോ? എന്തിന്? എന്റെ ദേഹത്ത് ബാധയൊന്നും കൂടിയിട്ടില്ല. പിന്നെ ഇന്ന് എന്റെ കല്യാണമായിരുന്നല്ലോ. എന്നെ ഇങ്ങനെ കല്യാണം കാണാൻ വന്നപ്പോ എന്നോട് പറഞ്ഞത് വാട്ടർ അതോറിറ്റിയില ഇങ്ങർക്ക് ജോലിയെന്നാ എന്നോട് പറഞ്ഞത്. അയാൾ പറഞ്ഞത് എന്തിനാണ്? ഇന്ന് കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് കേറിയപ്പോ ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. കട്ടിലിന്റെ അടിയിൽ കന്നാസ്, കുപ്പി, പൈപ്പ്, എന്തെല്ലാം സാധനം, മൺകലം, അങ്ങനെ കുറെ സാധനങ്ങൾ വാറ്റുകാരല്ലേ? ഇവിടെ അമ്മ എല്ലാരും ഇത് തന്നെ പരിപാടി. എനിക്ക് അവിടെ കൂടെ ജീവിക്കണ്ട. ആ കുരുക്കൾ എന്നെ ഒന്ന് സഹായിക്കണം. അതിന് വേണ്ടിട്ടാ ഞാൻ ഇത് ചെയ്ത്. ആണല്ലേ? നമുക്കൊന്ന് ട്രാക്ക് മാറ്റി വിടാം. ഹലോ. ഓ പോരൂ. ഇറങ്ങി വാദം ഇറങ്ങി. നാളെ പെടുത്തല്ലേ കൊണ്ടുപോവാം. നമുക്ക് അരഭാഗം ഞാൻ മാറ്റി എടുത്തു. ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാം? കുട്ടിയുടെ സ്ഥലം എവിടെയാണ്? കുണ്ടറ നേരെ കൊണ്ടാക്കണം. സൂര്യോദയത്തിന് മുമ്പ് കുട്ടിയെ വീട്ടിലെത്തിക്കുക. എന്നിട്ട് നമ്മൾ ഒരു തൊട്ടി വെള്ളം, അവിടുത്തെ കിണറ്റിലെ ഒരു തൊട്ടി വെള്ളം തലയിലേക്ക് കോരി ഒഴിക്കണം. എന്നിട്ട് നേരെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് താമസിക്കണം. അപ്പൊ എവിടാ? ബാധ ഒഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പിന്നെ പോയി വിളിച്ചോണ്ട് വരാലോ. പിന്നെ നിങ്ങൾക്ക് പിന്നെ പോയി വിളിച്ചോണ്ട് വരാം. പിന്നെ പക്ഷേ വേറൊന്നുമല്ല, ആദ്യ രാത്രി അല്ലേ, ഒരു ഉമ്മ പോലും മേടിക്കാതെ എങ്ങനെ പറഞ്ഞു വിടുന്നേ? എന്തിനാണ് കണ്ണി കണ്ട കിളവന്മാരെ ഉമ്മഞ്ഞു വാ. ഓക്കെ. നല്ല ഗൈഡ് വരട്ടെ. ടീം ട്രിപ്ലസിന്റെ നല്ലൊരു സ്കിറ്റായിരുന്നു. ബിജുക്കുട്ട ചേട്ടാ തുടങ്ങ. 3 പേരും നന്നായിരുന്നിട്ടാ. ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഈ ബാധ ഒഴിപ്പിക്കാൻ വരുമ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് തലയിലൊരു പട്ട് കെട്ടിയിട്ട് വലിയ ഭസ്മക്കുറിയും അതുപോലെ തന്നെ അരയിൽ പട്ട് കെട്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ്. ജുബിട്ട് പാട്ട് പാടുന്ന പോലെ ഒരു മന്ത്രവാദി, അത് ആദ്യമായിട്ട് കണ്ട. പക്ഷെ അത് നന്നായിരുന്നു. ഇയാൾ എനിക്ക് തോന്നുന്ന ഒരു ഉടായ്പ് അല്ലെ, ചെറിയൊരു ഉടായ്പ് സാധനമുണ്ട്. പക്ഷെ സെൽവൻ നന്നായിട്ട് ചെയ്തിട്ടത്. സെൽവൻ നല്ല ഗ്രാൻഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ മാലൊക്കെ ഊരണത് ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം ആ മാല ഊരിൽ തന്നെ അറിയാൻ പറ്റും ഇയാളുടെ അല്ലേ എന്താണെന്നുള്ളത്. പിന്നെ ഷ്യാമിൻ്റെ കാര്യത്തിലാണ്, ഷ്യാമും നല്ല രസമുണ്ടായിരുന്നു. സൂര്യശ്രീ കറക്റ്റ് ഒരു എന്താ ബാധ കയറിയ പോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് അവന് ശരിക്കും ഒരു വയസ്സൻ കഥാപാത്രമാണ് കയറി അങ്ങനെ അല്ലേ. ആദ്യം തൊട്ട് അവസാനം വരെ നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. 3 പേരും അടിപൊളിയായിരുന്നു, ഉഗ്രനായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മണിക്കുട്ട. നല്ല ബെസ്റ്റ് സ്കിറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഇത് കണ്ടപ്പോഴത്തേന് കിളിച്ചുണ്ട പാമ്പഴ സിനിമയായിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ. എനിക്ക് എടുത്തു പറയേണ്ടത് സൂര്യയുടെ പെർഫോമൻസ് ആയിരുന്നു. കാരണം ഈ ബാധയെ കൂടുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ സൂര്യ ഭയങ്കര രസമായിട്ട് ആ ബാധ കൂടി നമ്മൾ ഫീൽ ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ച് സെൽവൻ ഭായായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, മറ്റേ തരികിടതവും തീൻ തരികിട ആ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രസമായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിനിടയ്ക്ക് ശ്യാംഭായി ലക്കലക്കലക്കാന്ന് പറഞ്ഞത് അത് സ്പോട്ടിലിട്ടാണ്. ഭയങ്കര രസമുള്ള മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. എനിവേ ഓൾ ദി ബെസ്റ്റ്. നല്ല സ്കിറ്റായിരുന്നു. താങ്ക് യു. നന്നായിരുന്നു. നന്മയുള്ളൊരു മന്ത്രവാദി. കാര്യം ആ കുട്ടിയെ കാര്യം പറഞ്ഞപ്പോ ഹെൽപ്പ് ചെയ്യണം തോന്നി തിരിച്ചു വിടാം. അപ്പം നമ്മൾ മനസ്സോട് പ്രതീക്ഷിച്ചത് സെൽവൻ തന്നെ കല്യാണം കഴിക്കുക. കാര്യം സെൽവൻ ആദ്യം ഒരു ഹിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇത്ര വയസ്സായിട്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള മറ്റേ ബ്രോക്കർ നമ്പർ ഒന്നും വേണമെന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു വരാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ആ ഏരിയയിലേക്ക് എത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് നന്മ നിറഞ്ഞൊരു മന്ത്രവാദിയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ പൾസ് തുടങ്ങുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ സെൽവൻ്റെ ആ ഹൈയിലുള്ള ഒരു കളിയാണ്. ആ റേഞ്ച് പിടിച്ച് പോയതുകൊണ്ടാണ് ഈ സാധനം തുടക്കം തൊട്ട് അവസാനം വരെ ആ ചിരിയുടെ മൂഡിൽ നിന്നത്. ആ സമയത്ത് ഇച്ചിരിയും കൂടെ സ്ലോ ആയിട്ടൊന്ന് കളിച്ച് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പഞ്ച് അതിന് കിട്ടിയെന്ന് വരില്ല. സൂര്യശ്രീ ഗംഭീരമായിരുന്നു കേട്ടോ. 1-2 പ്രാവശ്യം ചിരിച്ചു അല്ലേ? മറ്റേ 2 പ്രാവശ്യം ചിരിച്ചു. പക്ഷെ അവിടെ പോയി തിരിഞ്ഞ് വന്നപ്പോൾ ഭാവം മാറി. കൊള്ളാം, നന്നായിരുന്നു. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ആരാണ് ആദ്യത്തെ മാർക്ക് ഇങ്ങനെ കൊടുക്കുക? മനസ്സറിഞ്ഞ് തന്നെ കൊടുക്കാമല്ലോ. ഒരു 16,000 രൂപ കൂടെ കൊടുത്തിട്ട് 16,000 രൂപ കലക്കിലോ. രണ്ടാമത് ആരാണ് തിരിയണ്ട? സമയമായിട്ടില്ല. ഒട്ടും കുറക്കണില്ല. 16,000. 16 32,000 ആയിരിക്കണോ? മണിക്കട്ടാ നിറഞ്ഞങ്ങോട്ട് കൊടുക്ക. മനസ്സറിയട്ടെ. ഞാനായിട്ട് അങ്ങോട്ട് കുറയ്ക്കുന്നില്ല. പിടിച്ചു. ആരാണ് തുടങ്ങുന്നത്? ഈ സ്കിറ്റിന്റെ കൂടുതലും ശശാങ്ക ചേട്ടനാണ് മൊത്തം ഇരുന്ന് വർക്ക് ചെയ്തത്. അത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞല്ലോ, അവർ 50 തരുമ്പോൾ അത് 100 ആക്കുന്ന നിങ്ങളാണ്. അതിപ്പം നിങ്ങൾക്കും അവർക്കും ഒരേ പങ്കാണ് ഇതിൽ. ഓക്കെ, അപ്പോ ശ്യാമേ ഒരു മോനും കിട്ടിയില്ലല്ലേ? പക്ഷെ ഒരു സിൽവർ ഒരു ഉമ്മയും കിട്ടി.
ആരോടാ ചോദിക്കാ? ദിവാകരക്കാമിളാണോ അതോ സൂര്യശ്രീ ആണോ? ആരാണ്? അല്ല, ഒരുപാട് സന്തോഷം. ഇതിന്റെ കണ്ടന്റും ഡെവലപ്മെന്റും എല്ലാം ശശാങ്കൻ ചേട്ടനാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നത്. അപ്പൊ അതൊരു വലിയ സന്തോഷം. പിന്നെ എനിക്ക് ഈ ഫ്ലോറിൽ ഏറ്റവും ആദ്യം ഗോൾഡ് പഞ്ച് അടിക്കുന്ന ഈ ടീമിന്റെ കൂടെ നിന്നപ്പോഴാണ്. അപ്പം വീണ്ടും സിൽവർ, അതും സന്തോഷം. തിരിച്ച് ആ ഒറിജിനൽ പ്ലസിലേക്ക് വന്നപ്പോ അല്ലേ ബാക്ക് പഞ്ചസ് അല്ലേ? എന്താന്നറിയില്ല, അങ്ങോട്ട് പോണില്ല. തിരുമി അപ്പൊ കാണാം. ഇനി ആ പ്രേതം നിന്നിലാണോ കൂടെ? അടുത്ത പഞ്ചില് കാണാം. ഹായ് ശ്യാമേ, ഹായ് കാണാട്ടോ. നടക്കാ, സൂക്ഷിക്കാ, തെന്നി വീണ്ട. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം, അടുത്ത സ്കിറ്റ് റെഡി. ചിത്തൻ ചേട്ടനുണ്ട്, ബിൻരാജ് ഉണ്ട്, നമ്മുടെ വിഷ്ണു ഉണ്ട്. ഒരു നല്ല ഗൈഡ് കൊടുത്ത് അവരിങ്ങി പോരും. ഉദിച്ചു പൊങ്ങണ ചേലിൽ ഒരുത്തി വന്നിൻ മുഖത്തു നോക്കി ചിരിച്ചു കാട്ടണതെന്താ, ചിരിച്ചു കാട്ടണതെന്താ? അമ്മേ കോമളവല്ലി, അതാ മ്യൂക്രി കയറി വരും. അമ്മേ നാരായണ, അറിയാവല്ലോ 4 മാസത്തിൽ കൂടുതലായി വാടക കൊടുത്തിട്ട് കിട്ടുന്ന പൈസ എല്ലാം നാല് വഴിക്ക് പോവാം. ഇവിടെ അത് ആൾക്കാർ തുണി കൊണ്ട് തരാൻ ഭയങ്കര ആവേശമാണ്. വാങ്ങിച്ചുകൊണ്ട് പോകാൻ ആർക്കും ഈ ഒരു ആവേശമില്ല. അതുകൊണ്ട് പറയുകയാണ്, ദയവ് ചെയ്ത് കൈവിടല്ലേ. പിന്നെ ഈ വിളക്ക് കത്തിച്ച് വെക്കുന്നുണ്ടൊന്നും തോന്നരുത്. ഇപ്പോഴത്തെ വെളിച്ചെണ്ണയ്ക്ക് മറ്റേ വിളക്ക് കത്തിക്കാൻ പറ്റാത്തോണ്ട് ഒന്ന് കണിയേക്കണേ. ഇതാരാ ഈ കിടന്ന് വിളിക്കുന്നേ? ഹലോ ഹലോ, പറഞ്ഞോണ്ടാ കേക്കാം. ഒരു കൊച്ചിന്റെ ഡ്രസ്സ് തയ്ച്ചായിരുന്നോ? അണ്ണാ ഷർട്ടും പാന്റും തെച്ചു വെച്ചേക്കുവാ. തയ്ച്ചാ? കൊച്ചു വൈകിട്ട് അങ്ങ് വരുവേ. ഇട്ടേക്കണേ. കൊടുത്തിട്ടേക്കാം. പൈസ അടുത്ത മാസം തരാം. തോന്നരുത്, ബാറ്ററിക്കും ചെലവുള്ളതാ. അമ്മാരി പണിയല്ലേ എനിക്ക് തരുന്നത്. ഈ കിടന്ന് വിളിക്കുന്നതിന്റെ ഇടയിൽ കൂടെ പുല്ല്. ഹലോ, ആ മുത്തേ പറയടി. ആടാ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, വൈകിട്ട് ഞാൻ എത്തിയിരിക്കും. നീ വഴി പറഞ്ഞേ. എടി, നീ പുതിയ വാടക വീട് എനിക്ക് അറിയത്തില്ല. അമ്പലത്തിന്റെ അടുത്തുനിന്ന് അങ്ങോട്ട് വന്ന് അമ്പലക്കുളം. ഓക്കേ, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ തിരിയണം. എടി, അതിലെ വരാൻ പറ്റത്തില്ല. അതിന്റെ തൊട്ടപ്പുറത്തില്ല എന്റെ ചിറ്റപ്പന്റെ വീട്. ഇപ്പുറത്തില്ല, വരമ്പിന്റെ സൈഡിലുള്ള വഴിയില്ലയോ, അതിലെ ഞാൻ അങ്ങ് എത്തും. എത്താടി പിന്നെ. എന്റെ ദൈവമേ, ഈ മാസവും വാടക കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ. എന്റെ ഈ ഫോൺ ഒരു ശല്യമായി. SI സാറ്. ഹലോ ഹലോ. സാറേ പറഞ്ഞു സാറേ. യൂണിഫോമിന്റെ തയ്യൽ എവിടം വരെയായി? സാറേ, എന്റെ ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, നാളെ എനിക്ക് അഷ്ടപതിയാണ് മെഡൽ മേടിക്കാനുള്ളതാ. സാറേ, ഞാൻ തച്ച യൂണിഫോം ഇട്ടുണ്ടെന്ന് ചെല്ല്. 1 മെഡലല്ല സാറിന് 2 മെഡൽ. ഹലോ. സാറ് നാളെ എപ്പോ വരുമെന്നാ പറഞ്ഞേ? ഞാൻ നാളെ ഒരു 10 മണിയാകുമ്പോ വരും. അപ്പൊ 11 മണിക്ക് എന്റെ ശവം അടക്ക്. ശരി സാറേ, ശരി. എന്തോ പറയാനാന്ന് അണ്ണാ എടാ, എവിടെ പോയിരുന്നാടാ ഇത്ര നേരം? എന്റെ പൊന്നെണ്ണ, ഒന്നും പറയണ്ട. ഞാൻ ആ കാഴ്ച ബംഗ്ലാവിൽ ഒരു കുരങ്ങൻ വന്ന അതിനെ കാണാൻ പോയതാ. ഞാനിവിടെ ഉള്ളപ്പോഴോ? ഇത് വേറെ കുരങ്ങണ്ണ. എടാ, എന്നെയും കൂടെ കൊണ്ടുപോകായിരുന്നു. അങ്ങനെ അതാണ് ചോദിച്ചേ. ഇനി വരുമ്പോ ആട്ടെണ്ണ, ഇനി വരുമ്പോ ആട്ട്. രാവിലെ അമ്പലത്തിൽ പോയ ലക്ഷണമൊക്കെ ഉണ്ടല്ലോ. അതെങ്ങനെ മനസ്സിലായി? എന്റെ ഈ ചന്ദ്രക്കുറി കണ്ടോ മനസ്സിലായോ? അല്ലല്ല, പതിവില്ലാതെ കാലയിൽ ഒരു ചെരുപ്പ് കിടക്കുന്നു. എന്തുവാ നിന്റെ മൂക്കിന്റെ അവിടെ? അണ്ണാ, അതൊന്നും പറയണ്ടണ്ണ. നമ്മളാ ജംഗ്ഷന്റെ അവിടെ ബംഗാളികൾ നടത്തുന്ന പുതിയൊരു ബാർബർ ഷോപ്പ് തുടങ്ങിയില്ലണ്ണ. അവിടെ ഞാൻ പോയി എന്റെ കൃതാവ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ പോയണ്ണ. അപ്പൊ കൃതാവ് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ അവന്മാർ ആ ബ്ലേഡ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് എന്നോട് ചോദിച്ചു മീശ പഠിക്കണമെന്ന്. വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മാത്രം ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് മറന്നിട്ടുണ്ടാ, എന്ത് ചെയ്യാൻ പറ്റുമണ്ണ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതണ്ണ. അണ്ണാ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു വേണ്ട. എന്തുവാടാ അണ്ണാ, ഹൃദയപൂർവ്വ സിനിമ എങ്ങനെ ഉണ്ടെണ്ണ? എടാ, ഞാൻ സിനിമ കണ്ടില്ലടാ. അണ്ണ കള്ളം പറയില്ല. അണ്ണ കണ്ടെന്ന് എനിക്കറിയാം. എടാ, ഞാൻ കണ്ടില്ലെന്ന്. അണ്ണ കണ്ട്. എടാ, പറഞ്ഞാ വിശ്വസിക്കും, ഞാൻ കണ്ടില്ലെന്ന്. പിന്നെ എന്റെ അനിയൻ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞേ? ടൈലർ കണ്ടെന്ന്. ട്രെയിലർ കണ്ടെന്ന്, അല്ലാതെ ഈ പാവം പിടിച്ച ടൈലർ കണ്ടെന്നല്ല പറഞ്ഞത്. അതാ പറഞ്ഞേ. ശശിചേട്ടന്റെ മോളുടെ കഥവല്ലേ നിങ്ങൾ അറിഞ്ഞാ? ഇല്ലടാ. എന്തുവാടാ? അപ്പൊ അണ്ണ ഒന്നും അറിഞ്ഞില്ല. ഇല്ല, നീ പറയടാ. അണ്ണ ഒന്നും അറിഞ്ഞില്ല. എടാ, എന്തോന്ന് വെച്ചാ പറ. നീ എന്തോ അറിഞ്ഞേ? ഞാനും ഒന്നും അറിഞ്ഞില്ല. എന്തേലും ഇങ്ങനെ ഇട്ട് വരുമ്പോഴല്ലേ എന്തേലും കഥകൾ കിട്ടും. നീ വേറെ ആരും
നീ നമ്മുടെ മധുവിന്റെ കടയുടെ മുമ്പിൽ കൂടെ വന്നേ. ഞാൻ മധുവിന്റെ കടയുടെ മുന്നിൽ കൂടെ വന്നേ. ഒരു ബോർഡ് ഇരിക്കുന്നത് നീ കണ്ടോ? അണ്ണാ അത് എനിക്ക് ഞാൻ അണ്ണ ചോദിക്കണോ അണ്ണ അണ്ണാ മധുവണ്ണന്റെ കടയിലെ ബോർഡ് ഇത് വലുതായിട്ട് വെച്ചേക്കുന്നത് ആടി സെയിൽ അതെന്താ മധുവിന്റെ 2 സ്റ്റാഫുകള് ഇവര് 3 പേരും കൂടെ ഒരു 11:30 മണിയാകുമ്പോ ഇച്ചിരി മരുന്നെടുത്ത് വെച്ച് അടിച്ചങ്ങ് വിറ്റാവും. പിന്നെ ഇവരെല്ലാം കൂടെ ആടി നിന്ന സെയില്. അതാ അവന്റെ ആടി സെയില്. അതാ എന്റെ ആടി സെയിൽ അല്ലേ? മനസ്സിലായില്ലേ? ഏയ് ചേട്ടാ 2-3 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ഒരു സങ്കടം അണ്ണാ. എന്നാടാ? എന്റെ മുഖത്ത് എന്തോ ഒരു ഡിപ്രഷൻ പോലെ ഒന്നുമില്ല അണ്ണാ. എന്നാടാ? അണ്ണാ എനിക്കൊരു പെണ്ണ് സെറ്റ് ആയണ്ണ. ആ എവിടുന്നടാ? അണ്ണാ അത് പാവപ്പെട്ട പെണ്ണ. ഇൻസ്റ്റാഗ്രാമത്തിൽ നിന്ന് കിട്ടിയതാ. പാവം പിടിച്ചായിരിക്കും. പാവം പിടിച്ചപ്പെട്ട മാത്രമുള്ള ഒരു ഗ്രാമം അത്. അതെ അത് നല്ലൊരു ഗ്രാമ. ഇവള് പറയുന്നത് അവക്ക് എന്നോട് ഐ ലവ് യു എന്ന്. അപ്പൊ അവൾ എന്നെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവളുടെ കൂടെ പോണോണ്ണ. എടാ എടാ ഇങ്ങനെയൊക്കെ വന്ന് വീഴുന്ന അപൂർവമായിട്ടാ. നമ്മൾ മാക്സിമം പിടിക്കണം, കൈവിട്ട് കളയരുത്. ഇല്ല പക്ഷെ വേറെ കാര്യം എന്ന് വെച്ചാൽ നിന്റെ ഈ ഓഞ്ഞ ലുക്കൊക്കെ അവള് കാണുമ്പോഴേ എന്തോ ആയി തീരുവന്ന നിന്റെ ഈ മുഖത്ത് ഇതിനകത്തൊന്നും ഒരു മാറ്റവും വരും. പറയുന്ന ആള് പിന്നെ ജയൻ രവി ആണല്ലോ. അവിടെ നിങ്ങളുടെ മൂക്കിന്റെ താരിക്കുന്ന മീശ ഇപ്പൊ പണങ്ങി പോകുന്ന എനിക്ക് തോന്നുന്നു. അവള് വരുന്നത് എന്നെ കാണാനാണ്. അല്ല എന്നെ കാണാൻ. അല്ലയോ? അപ്പൊ അത് മാത്രം നീ ഇവിടെ സംസാരിച്ചാണ്. അപ്പൊ എന്ത് ചെയ്യണം? മുഖത്തിന്റെ കാര്യം വിടേ. നീ ഈ കോസ്റ്റ്യൂം ഫുള്ളും മാറണം, എന്നിട്ട് മോഡേൺ ആവണം. കോസ്റ്റ്യൂം ഫുള്ള് മാറാനാ? എടാ വേറെ മോഡേൺ ഡ്രസ് ഇടണോ? എന്ത് ചെയ്യും? എന്ത് ചെയ്യൂന്ന് പറഞ്ഞാൽ ഒരു ഷർട്ടും പാന്റും ഇടണം. അണ്ണാ എന്റെ ഇതൊന്നും മേടിക്കാൻ കാച്ചില്ലണ്ണ. എന്തോ പറയാൻ നമ്മുടെ ചെറുക്കനുമായി പോയി. ഇവരിപ്പോ ഞാൻ തമ്പിമോന്റെ കല്യാണത്തിന് കൊടുക്കാൻ ടച്ച് വെച്ച പാന്റ് ഷർട്ടും ഉണ്ട്. അത് വൈകിട്ട് കൊടുത്താൽ മതി. നീ തൽക്കാലം ആ പെണ്ണ് വരുമ്പോ അതിട്ട് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അണ്ണാ ഷർട്ട് പറയണ പാൻറ് എനിക്ക് അറിഞ്ഞുകൂടണ്ണ. എടാ സിമ്പിൾ ആണ്. പാൻറ് എനിക്ക് അറിഞ്ഞുകൂടണ്ണ. നോക്കട്ടെ ഇനി വേടാ അളവെടുത്ത് വെച്ചോണ്ടിരിക്കും. നീ കൊണ്ട് അണ്ണ നിർബന്ധം അങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് ഇത് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിക്കുമ്പോ എവന്റെ ഒരു കാര്യം. ഞാൻ പറഞ്ഞില്ലേ അവളെന്ന് പറഞ്ഞ എനിക്ക് ജീവനാ. അണ്ണാ വലിയത് ഇതിന്റെ നടുവേന്ന് ഒരു കീറ്റല്. എടാ അവിടെ സിപ്പ് ഉണ്ട്. ആ സിപ്പ് പിടിച്ചങ്ങ് ഇട്ടാ മതി, സംഗതി തീരും. ആണോ? പിന്നെ നോക്കട്ടെ. എടാ എമ്പുരാനും കഴിഞ്ഞ് തുടരവും കഴിഞ്ഞ് ഇപ്പൊ ഹൃദയപൂർവ്വം കിടന്ന് കളിക്കുക. നീ ഇപ്പോഴും എമ്പുരാനകത്ത് കിടക്കുവാന്നോ? എമ്പുരാനല്ല വിളിച്ചത്, തമ്പുരാനെ വിളിച്ചതാ. കുടുങ്ങി കുടുങ്ങി കുടുങ്ങി. എടാ ഇന്നലെ വൈകുന്നേരവും കമ്പോളത്തിൽ 60 രൂപയ്ക്ക് 1 കിലോ ജെട്ടി തൂക്കി വിറ്റു. ഒരെണ്ണം നിനക്ക് ഞാൻ എന്തോ ചെയ്യും. ലില്ലി മോൾ ഹലോ ഹലോ ഏട്ടാ. എന്തോ പറഞ്ഞേ? അല്ല ഏട്ടാ എന്ത് പണിയാ ഏട്ടാ കാണിച്ചത്? ഞാൻ ഈ ജംഗ്ഷനിൽ വന്നിട്ട് ഞാൻ ഇവിടെ കുടുങ്ങി നിൽക്കുക, അറിയാവോ? ഞാനും ഇവിടെ കുടുങ്ങിക്കുക. ചേട്ടാ ഞാൻ എങ്ങോട്ടാ വരേണ്ടത്? ഇവിടെ ഒരു കയറ്റം ഉണ്ട്, ആ കയറ്റത്തിലോട്ട് കയറി വരട്ടെ? അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു കൊണ്ടുവാ. ഓട്ടോ പിടിച്ചു വാ. ഓ ശരി. കഷ്ടമാണ്. നീ ഒരു കാണിച്ചേ. നീ എന്തിനു നീ ഇറങ്ങി വാ. നീ ഇറങ്ങി വാടാ. എന്തോ ചോദ്യം? ഈ സിബാരാ കണ്ടുപിടിച്ചത്? അതായി കുറ്റം. ഞാൻ വഴിയുള്ളൂ. എടാ പാണ്ടങ്ങ കണ്ടിച്ചളയാ അവിടെ. എന്റെ തമ്പി മുതലാളി വഴക്ക് പറയും. ആദ്യം ശരി, അയാൾ എന്നെ കൊല്ലുകയും ചെയ്യും. ഇനിയിപ്പോ അണ്ണാ ഒരു സഹായം ചെയ്യാമോ? ലില്ലി ചെലപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുക്കും. മുള്ളേ നിക്കുക അപ്പനും ആവല്ലേ ലില്ലി. ഓ അതല്ല പറഞ്ഞത്. ലില്ലി വന്ന് പോട്ടെ, അതുവരെ ഇത് അവൾ അറിയരുത്. എങ്ങനെയും ഒന്ന് പിടിച്ച് നിക്കട്ടെ. ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നീ അവള് വരുമ്പോ ഒരു കുഴപ്പമില്ല, അത് മസിലും പിടിച്ച് ഇവിടെ അങ്ങ് ഇരുന്നാ മതി. ഇരുന്നാ ശരിയാവൂല, പ്രശ്നം. അവള് വന്നു കഴിഞ്ഞാൽ ആകെ വിഷയം ഒന്ന് കൈകാര്യം ചെയ്യണേ. അമ്മ ആരോ ചീറ്റിയെന്ന്. എന്നാ കറക്കല്ലേന്ന് പറഞ്ഞേ? തല കറങ്ങുന്ന് പറഞ്ഞതാ. അത് ശരി. ജർമ്മനിയിൽ നിന്ന് എന്നെ ഒരു ഫോണിലൂടെ കറക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവരാൻ അയാൾക്കൊരു ഗുരുവില്ലായിരുന്നു. ഇപ്പൊ പറയാ കറക്കല്ലേന്ന്. ഇതാണ് ഞാൻ പ്രേമിക്കുന്ന പെണ്ണ്, ജർമ്മനിയിലുള്ള ലില്ലി. ഞാൻ വിചാരിച്ചു ഏതോ സദ്യയുടെ ഇടയ്ക്ക് ആരും എടുത്ത് കളഞ്ഞ വാഴയല്ലേ അന്ന്. ഇല്ല കടിക്കത്തില്ല. ലില്ലി എന്തോ പറഞ്ഞേ? പറയട്ടെ, അതെന്റെ കൂട്ടുകാരനാ.
ടൈലറാ. ടൈഗർ ആണെങ്കിൽ എന്റെ വായിരിക്കുന്ന പോലെ കേക്കോവൻ. ടൈഗറാന്നല്ല, പിന്നെ ടൈലർ, തയ്യക്കടക്കാരൻ. ഓ തയ്യക്കടക്കാരൻ. അതെ, അതെ. ടൈലർ എന്നാ സോറി പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എന്നാ? നമ്മുടെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ ചേട്ടനെ കൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ പഴനിമല്ല ഇല്ലേ, അതിൽ 1001 പടി ചവിട്ടിക്കാൻ നേർച്ച നേർന്നിട്ടുണ്ട് ഞാൻ. നന്നായി. എത്ര പടിയാ? 1001. ലില്ലി, എന്റെ വീട്ടിലോട്ട് പോകുമ്പോ ഒരു കൈപ്പാലം ഉണ്ട്. ആ പാലം കടക്കാൻ പറ്റുമോന്ന് എനിക്ക് സംശയമാണ്. പിന്നെയാണ് 1001 പാടിയ ചുമ്മാ എന്റെ ഫോണിൽ കൂടെ പറഞ്ഞു ഇങ്ങനല്ലായിരുന്നല്ലോ. ചേട്ടൻ പറഞ്ഞ എന്തോ ഇവിടെ വന്നിട്ട് നമുക്ക് കടലിൽ പോയി നമുക്ക് നീന്തി കുളിക്കാൻ പറഞ്ഞില്ലേ. കടലിൽ പോയി നീന്തി കുളിക്കാം. അടിപൊളി. ഉപ്പുവെള്ളത്തിൽ വീഴാൻ പറ്റിയ പരുവം. ഇയാൾ ഇതെന്തൊക്കെ കിടന്ന് പറയുന്നേ? എനിക്കറിയാൻ പാടില്ല. ഒരു മിനിറ്റ് ഒന്ന് വരൂ. അളിയാ, ഞാനേ എന്തേലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് വരാ. അതുവരെ ഈ മറുതേനും സഹിക്ക്. എന്തേലും എനിക്കറിഞ്ഞൂടെ, എന്തേലും പറ. ടൈലർ അണ്ണ. അതെ, ലില്ലിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പല്ലിയുടെ വീട്ടിൽ പല്ലിയുടെ അമ്മ, അച്ഛൻ, കുഞ്ഞമ്മ. അതല്ല, ലില്ലിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിലോ? എന്റെ വീട്ടിൽ ഡാഡുണ്ട്. അതിപ്പോ എന്റെ വീട്ടിലും ഉണ്ട്. എന്ത് ആട്? ആടല്ലെന്ന് ഡാഡ് എന്റെ അച്ഛനുണ്ടെന്നാ പറഞ്ഞത്. ദേ, ഓ, എവിടെ പോന്നു? കർഷകനല്ലേ സാർ, ഒന്ന് കള പറിച്ചിട്ട് വരാം. ഇതെന്തുവാ ഇതിന് പരസ്പര ബന്ധമില്ലാതെ പറഞ്ഞിട്ട് പോകുന്നത്? ഒന്ന് ഒഴിവാക്കാണ്. അതെ, ഒരു കാര്യം പറയട്ടെ. ഈ അടുത്തിടെ കൊണ്ട് അവൻ ഇങ്ങനെ കംപ്ലീറ്റ് റിലേ പോയി കിടക്കാം. ചെറിയ മെന്റൽ പ്രശ്നമുണ്ട്. ആർക്കെന്റെ ഏട്ടനോ? ഞാൻ ലില്ലിയോടുള്ള സ്നേഹം കൊണ്ട് പറയാം. ഇത്രയും സൗന്ദര്യവും എന്തോ പോലെ ഇത്രയും സൗന്ദര്യമൊക്കെ വെച്ചിട്ട് യവനെ വേണോ നിർബന്ധമുണ്ടോ? യവനാണെങ്കിൽ അത്യാവശ്യം പെണ്ണുപിടിയും ബാക്കിയുള്ള കലാപരിപാടികളെല്ലാം ഉണ്ട്. ഇപ്പൊ യവനെ കെട്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പഞ്ചായത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം. ശരി, അപ്പൊ അത്രയും വൃത്തികെട്ടനാണ് ഇവൻ. ഇനി പ്രത്യേകിച്ച് പറയണോ? അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവൻ വരുമ്പോ പറഞ്ഞ എന്റെ മേലെ എന്റെ ഇൻസ്റ്റാഗ്രാമിലോട്ടോ വാട്സാപ്പിലോട്ടോ ഒരു മെസ്സേജ് അയക്കരുതെന്ന് പറഞ്ഞു കേട്ട. ടൈലറാണ് എന്റെ ഗുണവാധികാരം അവൻ അറിയാൻ പറ്റണ്ട. അവന്റെ അടുത്ത് പറഞ്ഞുതരാം. അവന്റെ അടുത്ത് ഇത് ഇംഗ്ലണ്ട് മഴക്കാലം ചണ്ട പറയാതിരിക്കും. അണ്ണാ, ഇന്ന് നടക്കുന്നത് നിങ്ങളെ പാന്റ്. മേലെ ഇത്രയിലെ പുല്ലൊന്നും എന്റെ അടുത്ത് തരരുത് കേട്ടോ. ആ പോലെ കുഴിയിൽ പോയി ഊരിയെടുക്കാൻ ഞാൻ എന്ത് പാടുവെന്നറിയോ? ആശാരിയുടെ അടുത്ത് പോകേണ്ടി വന്നു, അറിയാമോ? ഞാൻ പോയി ലില്ലിയെ കണ്ട. ലില്ലി ലില്ലിയും പല്ലിയൊക്കെ ഇപ്പൊ എപ്പോഴേ പോയി? എവിടെ പോയി? എടാ, എങ്ങനെയും അവളെ ഒഴിവാക്കട്ടെ. എന്താ പറഞ്ഞു? അതുകൊണ്ട് ഞാൻ നിന്നെ കുറിച്ച് കുറച്ച് ഇല്ലാവചനം പറഞ്ഞു. എന്നെ പറഞ്ഞേ? ഈ പെണ്ണുകൂടിയനെ വെള്ള കഞ്ചാവെന്നൊക്കെ പറഞ്ഞപ്പോ അവള് നിന്നെ കളഞ്ഞിട്ട് ഇനി മേലെ നീ വിളിച്ചാൽ പോലും എടുക്കത്തില്ലെന്ന് പറഞ്ഞു. മഹാഭാവി, എന്നെ തെണ്ടിത്തരാടാ. എന്റെ ജീവിതമല്ലടാ പോയത്. ഇതാ പറയുന്നേ, അത്തിക്കാ വഴിത്തപ്പം കാക്കയ്ക്ക് വായ്പുണ്ടെന്ന്. നല്ലൊരു കൈയടി, നല്ല സ്കിറ്റായിരുന്നു മണിക്കുട്ട. ആ തയ്യൽ മെഷീനിൽ നല്ല കൗണ്ടറുകളും കണ്ടന്റുകളും തുന്നിച്ചേർത്തൊരു സ്കിറ്റായിരുന്നു. കാരണം ഈ ടൈലറിൻ്റെ അടുത്ത് വന്നിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള കുറേ കൗണ്ടറുകളുണ്ട്, പക്ഷെ അത് നിങ്ങളുടെ പ്രസൻറ്റേഷൻ കൊണ്ട് അത് ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് ഇത് എങ്ങോട്ട് പോകുന്നു നമ്മൾ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഭയങ്കരമായൊരു ട്വിസ്റ്റായിരുന്നു ആ പാൻറ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ചിത്തൻ ചേട്ടൻ വരുന്നു. ചിത്തൻ ചേട്ടന് നിങ്ങൾ കമ്പയർ ചെയ്ത് വല്ലാത്ത സംഭവം പോട്ടാ ഈ വാഴയില. പിന്നൊരു സംഭവം, ആ കുടുങ്ങി കഴിഞ്ഞിട്ട് ചേട്ടൻ വന്നിട്ട് നോക്കിട്ട് പറയാം, എടാ 1 കിലോ ഷഡ്ഡി അവിടെ 100 രൂപയ്ക്ക് കിട്ടും, അപ്പോഴെങ്കിലും ഇതൊന്ന് വാങ്ങിച്ചിട്ടൂടെ? എടാ, അത് ഞാൻ ചോദിക്കാൻ മറന്നു. അത് എവിടെ കിട്ടുന്നടാ? 60 രൂപയ്ക്ക് 1 കിലോ ഷഡ്ഡി? എനിക്ക് അറിഞ്ഞൂടാ, ഈ പുള്ളി പറഞ്ഞ എനിക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ടായിരുന്നു. എന്തിനാണ്? അലങ്കരിക്കാനാണ്. അത്രയും കുറഞ്ഞത് കിട്ടിയിട്ട് പോലും. അതെ, അത് കിട്ടുകൊണ്ട് മഴ നനയല്ലേ, എങ്കിൽ പിന്നെ ആ കളർ കൂടെ കാണും. എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങളുടെ പെർഫോമൻസും അതിഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. എനിക്ക് ഇഷ്ടപ്പെട്ടു. തുടക്കമൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഗ്രാമപ്രദേശത്തിലുള്ള ഒരു തയ്യക്കടയും ആ ലുക്കുകളും, ആ തയ്യക്കാരൻ്റെ ലുക്കും നല്ല രസത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിത്തൻ്റെ വരവ്. ചിത്തൻ വന്നു കഴിഞ്ഞ് ഒരുപാട് നമ്മളിങ്ങോട്ട് പ്രതീക്ഷിച്ചു കേട്ടോ. കാര്യം അത്രയ്ക്കും ബൂസ്റ്റപ്പ് ചെയ്ത് ചിത്തനെ ഇവിടെ വെച്ചിരിക്കുകയാണ്. എൻ്റെ കാമുകി ഇന്ന രാജ്യത്ത് നിന്ന് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വന്നതിന് ശേഷം നമ്മൾ ആ പ്രതീക്ഷിച്ചത്രയും കോമഡി നമുക്കിങ്ങോട്ട് കിട്ടിയില്ല. ആ ഒരു ഭാഗത്താണ് നമുക്ക് ഇച്ചിരി തമാശയുടെ കുറവ് ഫീൽ ചെയ്ത്. ബാക്കി ഭാഗങ്ങളെല്ലാം നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്തു. എന്തായാലും മോശമല്ലായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിജുക്കുട്ടാ. നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് എനിക്ക് വലിയൊരു ആരോഹണം ചെറിയൊരു അവരോഹണം ഉണ്ടായിരുന്നു.
ആദ്യം ഭയങ്കര പടക്കം പൊട്ടണ ഓട്ടമായിരുന്നു, ഭയങ്കര തമാശയായിരുന്നു. കാരണം ഈ വിഷ്ണു വന്നേക്ക് മുമ്പ് തന്നെ ബിൻരാജ് നന്നായിട്ട് കയ്യടി വാങ്ങിച്ച് അതങ്ങ് സേഫാക്കി വിട്ട്. പിന്നെ വിഷ്ണു വന്നതിന് ശേഷം ഭയങ്കര രസമായിരുന്നു. നസീർക്ക് പറഞ്ഞ പോലെ ചിത്തം വന്നപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച്, അതാണ് പ്രശ്നമായി പോയത്. കാരണം 100 പ്രതീക്ഷിച്ചിട്ട് നമുക്കൊരു 50 കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷക്കുറവില്ല, അത്രേ ഉള്ളൂ. കാരണം ചിത്തനെ അത് കുറേ ചെയ്യാനുണ്ടായിരുന്നില്ല. ബാക്കി മൊത്തത്തിൽ നല്ല സ്കിറ്റായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് ബംഗാളിയുടെ കടയിൽ പോയി മുടി വെട്ടണ സാധനം അത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഞാൻ വരെ പോയിട്ട് ഇപ്പൊ പോസ്റ്റർ കാണിക്കണം, ഇപ്പൊ ഒരേ പോസ്റ്റ് വെച്ചിട്ടുണ്ട് തലമുടിയൊക്കെ അങ്ങനെയൊക്കെ അല്ല പറ്റൂല. അവരുടെ അടുത്ത് ഇംഗ്ലീഷ് പറയാനും പറ്റില്ല, ഹിന്ദി പറയാനും പറ്റില്ല. നമ്മൾ പറഞ്ഞാൽ കറക്റ്റ് ആണെങ്കിൽ പോലും അവർക്കൊരു സാധനമുണ്ട്, അവരത് ചെയ്യുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിത്തൻ അഴിഞ്ഞാടാനുണ്ടായില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അടുത്ത സ്കിറ്റിൽ ചിത്തൻ ഗ്രാൻഡാക്കിയാൽ മതി കേട്ടാ. ഓൾ ദ വെരി ബെസ്റ്റ്, അടിപൊളി. താങ്ക് യു. ആരാണ് ആദ്യ മാർക്ക്? മണിക്കുട്ട. 100 രൂപയ്ക്ക് പകരം കുറച്ച് കൂടുതൽ രൂപയ്ക്കുള്ള സാധനം വാങ്ങിച്ചോ. 14,000 രൂപ. 14,000 രൂപ. വിജുക്കുട്ടണ്ണ? ഞാനൊരു 1000 രൂപ കൂടുതൽ കൊടുക്കും, 15,000 രൂപ. 29,000 രൂപ അയച്ചോ. ഞാൻ നല്ല ഐറ്റം വാങ്ങിക്കാനുള്ള കാശ് ടോട്ടൽ എമൗണ്ട് 65,000 രൂപ. നല്ല എമൗണ്ട് ആണ്, അത്യാവശ്യം എമൗണ്ട് ആയിട്ടുണ്ട്. സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവം ഇനിയും വരും കേട്ടോ. ഓക്കെ, മറ്റേ പോലീസുകാരൻ എന്ത് ചെയ്യും? ശരി. ഫ്ലവേഴ്സ് കോമഡി ഐറ്റങ്ങളുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു ഗായ്സ്. നമുക്ക് വീട്ടിൽ പോകണം. നന്നായിട്ട് ചിരിച്ചല്ലേ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഉഷാറായിട്ട് ഫ്രഷ് ആയിട്ട് ഇതിൽ കൂടുതൽ സ്കിറ്റുകളും ഇതിൽ കൂടുതൽ ചിരികളുമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം. ഗുഡ് നൈറ്റ്.